വെജിറ്റേറിയൻ ആയി പോയി, അല്ലെങ്കിൽ നിന്റെ ചെമ്മീനത്തെ പരീക്ഷിക്കായിരുന്നു. എന്തായാലും നാട്ടുകാർ പരീക്ഷിക്കട്ടെ അല്ലേ. അങ്ങനെ എൻ്റെ ഭാര്യയുടെ ചെമ്മീൻ അച്ചാറല്ലേ അല്ല അല്ലേ, ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റിൽ തുടങ്ങി ചെമ്മീൻ അച്ചാറിൽ എത്തുന്നെന്ന് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അയ്യോ, ആദ്യം ചെമ്മീൻ്റെ തൊലിയും കളയാം. അത്ര ഫ്രഷ് അല്ല കേട്ടോ, കാരണം ഫ്രഷ് ആണെങ്കിൽ ഇത്ര എളുപ്പത്തിൽ പോരില്ല. ഒരു കത്രിക എടുത്തിട്ട് വാലിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ? അപ്പൊ ഈ ഭാഗത്ത് തൊലി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലഭാഗയില് ഇപ്പൊ എൻ്റെ ഈ റെസിപ്പിക്ക് തലയുടെ കുറച്ച് പോർഷൻ വേണം. അതുകൊണ്ട് ഞാൻ ഈ കണ്ണിന്റെ ഈ ഭാഗം വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് സാധനങ്ങളും മീശ പോലുള്ള സാധനങ്ങൾ കട്ട് ചെയ്തങ്ങ് കൊടുക്കുക. അതിനുശേഷം ഇതങ്ങ് റിമൂവ് ചെയ്യുക. തലഭാഗത്തു നിന്നുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ സാധനം അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൻ കട്ട് ചെയ്യുന്നത്, വെയിൻ എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഇത് ഈ വാലിൻ്റെ തുമ്പത്ത് മാത്രം ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുക. അപ്പോൾ വെയിൻ നമുക്ക് കാണാം ബ്ലാക്ക് കളറായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ, ഇതിപ്പോൾ വളരെ നൈസായിട്ടുള്ള വെയിനാണ്, ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. വലിച്ചു കഴിഞ്ഞ് ഇങ്ങനെ പോന്നോളൂ കേട്ടോ. അതേസമയം മറ്റേതാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങ് വരിഞ്ഞു കൊടുക്കുക. മേലത്തെ ഭാഗം ഈ വാലുകൊണ്ട് എടുക്കാൻ, വാലിന്റെ ഭാഗത്ത് നിന്ന് എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക്. അപ്പൊ ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും വെയ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓറഞ്ച് കളറൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായി കളയണം. അപ്പൊ നല്ലോണം ഉപ്പിട്ടിട്ട് വാഷ് ചെയ്ത് എടുക്കുക. ഞാൻ മൊത്തത്തിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ 1 കിലോ ചെമ്മീൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തലയോട് കൂടിയിട്ടുള്ള ചെമ്മീനാണ് നമ്മൾ ഈ റെസിപ്പിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 4 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില നിറയെ വേണം, വെള്ളം ആവശ്യത്തിന്, വെളിച്ചെണ്ണ കുറച്ചധികം വേണം. ഇത്രയൊക്കെയാണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ജാർ എടുത്തിട്ട് നമ്മളുടെ 2 തരം മുളക് പൊടി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി അരിഞ്ഞിടാട്ടോ, ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഉപ്പ്. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ആദ്യം ഇട്ടേക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒന്നും കഷ്ണങ്ങളായി കിടക്കാൻ പാടില്ല. ഇത് കണ്ടോ, നല്ല നൈസായിട്ട് അരഞ്ഞിട്ടുണ്ട്. വെള്ളം പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ യാതൊരു വിരോധമില്ല കേട്ടോ. ഇത് നന്നായിട്ട് അരയണമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം നമ്മൾ എന്തായാലും ചെമ്മീനിൽ ഒഴിക്കേണ്ടതാണ്. ഇപ്പൊ നന്നായി ഇത് അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി എല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് കുക്ക് ചെയ്യാം. ആദ്യം തന്നെ അരപ്പ് ഇതിലോട്ട് ഒഴിക്കുക. പരപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് മീനിട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പൊ വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വേണമെങ്കിൽ മുറിച്ച് രണ്ടാക്കിയിട്ട് ഇടാട്ടോ, ഭംഗി പോകുന്നു മാത്രം കുറച്ച്. പിന്നെ നാട്ടിലൊക്കെ നല്ല ചെറിയ ചെമ്മീൻ കിട്ടും. ചെറിയ ചെമ്മീനാണ് അതിന് ഏറ്റവും ടേസ്റ്റ്. വലുതാവും തോറും ചെമ്മീനൊരു മധുരം കൂടും. അപ്പോൾ എരിവും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതനുസരിച്ച്. അപ്പോൾ
ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ചെമ്മീനിൽ ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ വേവാൻ കുറച്ച് സമയം മതി, പക്ഷെ ഇതിൽ പിടിക്കില്ല. അപ്പോൾ കുറച്ചധികം സമയം നമുക്ക് ഇത് ഇട്ട് വേവിക്കണം. ഇത്ര വെള്ളം മതിയാവും. ചെമ്മീനേക്കാളും കുറച്ചും കൂടെ മുകളിലേക്ക് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വെന്ത് ഇത് കംപ്ലീറ്റ് വറ്റുന്ന വരെ നമുക്കിത് വേവിക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. ബി പേഷ്യൻ്റ്. ഓക്കെ. ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം കൂടെ ഞാൻ ഉപ്പ് ചേർത്ത്, 1 സ്പൂൺ അല്ല നമ്മൾ ആദ്യം ചേർത്തിരുന്നത്, അല്പം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറ്റണം. അപ്പോൾ ഇത് അടുപ്പത്തിട്ടിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പോവാം, വെള്ളം ഉണ്ടെങ്കിൽ കേട്ടോ. ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കിയാൽ മാത്രം മതി. വേറെ പണികൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാം. പിന്നെ അങ്ങനത്തെ ടെൻഷനുള്ള പരിപാടികളൊന്നും ഇല്ല. ഇത് വറ്റുന്ന വരെ നമുക്ക് വേറെ പണിയൊന്നും ഇതിലില്ല. പറ്റിയാലും പണിയില്ല. ഇതിപ്പോൾ ചെമ്മീൻ കഴിക്കാത്ത ആൾക്കാർക്കുണ്ടല്ലോ, ഈ സെയിം റെസിപ്പി തന്നെ ചിക്കൻ കൊണ്ട് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ബ്ലോഗിലുണ്ട്. അത് ഒരു ഇച്ചിരി കൂടി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യണമെന്ന് മാത്രം. ഞാൻ ചെമ്മീനിൽ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടില്ല. ചിക്കനിൽ നിങ്ങൾക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ വറ്റിച്ചെടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ചിക്കനും. ചെമ്മീൻ എല്ലാവരും കഴിക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചെമ്മീൻ കൂടെ ഒന്ന് നന്നായി വറ്റട്ടെ കേട്ടോ. ഇത് ഏകദേശം വറ്റാറായിട്ടുണ്ട്. വറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞത് വറ്റിക്കോളും. ഈ സമയത്തും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണോ അതേപോലെ തന്നെ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ എന്താ വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതില് എല്ലാം കറക്റ്റാണ്, ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഈ വെള്ളം ഉണ്ടല്ലോ, ഇതിൽ കുറച്ചും കൂടി വെള്ളം കാണുന്നില്ല, അതും ഒന്ന് വറ്റണം. ഇത് നമ്മുടെ ചെമ്മീൻ വറ്റി കണ്ടോ, ഇത്രയും പോലെ വെള്ളം വറ്റണം. പിന്നെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തുടച്ചെടുത്തോളൂ കേട്ടോ, നിറയെ മസാല ഉണ്ടാവും. ഇനി ഈ പരിവാകുമ്പോൾ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. പതുക്കെ ഇതേപോലെ തന്നെ മീഡിയം തീയിലിട്ടിട്ട്, ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റോസ്റ്റ് ആവും, പക്ഷെ ഉള്ളിലൊന്നും ശരിയായിട്ടുണ്ടാവില്ല. മീഡിയം തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. ഈ റെസിപ്പി എന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് കുറച്ചുള്ളൂ, അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ, പക്ഷെ ടൈം എടുക്കുന്നു മാത്രം. എന്നാലാണ് ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ കുറച്ചൊന്ന് ക്ഷമ കാണിക്കണം. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ കറിവേപ്പില ഇടയ്ക്കിടയ്ക്കും ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും വെളിച്ചെണ്ണയാണ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്ന. അപ്പൊ ഒന്ന് കൈ കൊണ്ട് ഞരടിയിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില എത്ര കൂടിയാലും ടേസ്റ്റ് കൂടുള്ളൂ, അതുകൊണ്ട് അതിൽ ലുബ്ധമൊന്നും കാണിക്കണ്ട. ഇപ്പൊ ചിലർ വിചാരിക്കും എന്തിനാ ഈ 2 ടൈപ്പ് മുളക് പൊടി ഇട്ടേക്കണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുളക് പൊടി ഇപ്പൊ കാശ്മീരി മുളക് പൊടി മാത്രം ഇടാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല മുളക് പൊടി മാത്രം ഇടാം. പക്ഷെ കാശ്മീരി മുളക് പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. അതുപോലെ തന്നെ മറ്റേത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാലോ ഒരുപാട് എരി കൂടുകയും ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗ്രേവി, കാരണം ഈ ഓരോ ചെമ്മീനുമ്മലും ഈ കോട്ടാവണം ഈ ഗ്രേവി. നമുക്ക് കുറച്ച് മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി കിട്ടുള്ളൂ. അതായത് ഇതുപോലെ കോട്ടാവില്ല, വെളുത്തിരിക്കും ചെമ്മീനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ 1.5 ടേബിൾ സ്പൂണിന്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവനുസരിച്ച് അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെമ്മീനിൽ ഇതുപോലെ നല്ലോണം മസാല പുരണ്ടിരിക്കണം, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. മീഡിയം തീയിൽ ഇങ്ങനെ പതുക്കെ റോസ്റ്റ് ചെയ്ത് നല്ലൊരു മണം വരുന്ന വരെ ചെയ്തുകൊണ്ടേയിരിക്കാം. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കണമെന്ന് പേടിക്കരുത്, പക്ഷെ ഇതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് വല്ലപ്പോഴേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ സാധാരണ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്, പക്ഷെ ഈ റെസിപ്പിക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചേ പറ്റുള്ളൂ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് അയ്യോ വെളിച്ചെണ്ണ കൂടുതലാന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാതെ ഇരിക്കരുത്. ഇതേപോലെ തന്നെ കറിവേപ്പില മുറിച്ചിടണമെങ്കിൽ മുറിച്ചിടാം കേട്ടോ. പിന്നെ പേര് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, കറിവേപ്പില ചെമ്മീനും കൊടുക്കാൻ കുഴപ്പമില്ല, കാരണം അത്രയും കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൽ. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് അങ്ങ് എടുക്കുക. കേട്ടോ ചേച്ചി എന്തോരം സമയം എടുക്കണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇതാണ് അതിന്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് തിരക്കുണ്ടെന്ന് വിചാരിക്കാം, 2-3 അടപ്പ് ഒഴിവുണ്ട്, അതിലൊരു പാത്രങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പകുതി എടുത്തുകൊണ്ട് വേറൊരു പാനിലോട്ട് വെച്ചിട്ട് അതും ഇതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയി കിട്ടും. ഇതിപ്പോ ഇതിന്റെ ഉള്ളില് സ്ഥലം ഇത്രയല്ലേ ഉള്ളൂ, അത് കാരണം കണ്ട കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി. ഇനി ഇതുമ്മലൊക്കെ ഇങ്ങനെ ഇതേപോലെ ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ വരും.
അപ്പൊ ചില ആൾക്കാർക്ക് ഒരുപാട് റോസ്റ്റ് ആവണം. എൻ്റെ അച്ഛനൊക്കെ ആണെങ്കിൽ മീഡിയം ആയിട്ട് റോസ്റ്റ് ആയാൽ മതി റോസ്റ്റ് ആവണം. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടോ? കയ്യിലിടുമ്പോൾ സൂക്ഷിക്കുക പൊടിഞ്ഞു പോവാതെ. തനിയെ തനിയെ ഓരോന്നായിട്ട് നമുക്കിത് മറിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ആയിട്ടുണ്ട്. കറിവേപ്പില കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം. ഇതാ നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മൊരിയരുതിട്ട്. കാരണം എന്താണെന്നറിയോ, ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായി കഴിഞ്ഞ് ചെമ്മീൻ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് കറക്റ്റ് പരിവാണ്. ഇതിനേക്കാളും കുറവാണെങ്കിൽ അപ്പം എടുക്കാം. പക്ഷെ ഇതാണ് എൻ്റെ പരുവം. പിന്നെ ഇത് സെർവിങ് ബോളിലോട്ട് മാറ്റിയിട്ട് ചോറിൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എരിവ് ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് കുട്ടികൾക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റില്ല. ബട്ട് വലിയ ആൾക്കാർക്ക് കഴിക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചെന്നില്ലേ, തലയോട് കൂടി വേണം ചെയ്യാൻ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. തലയൊക്കെ കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയ ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.